ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2-ന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. നല്ല അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ മിത്രയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്ന സീനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ മിത്രയുടെ മുൻ കാമുകനാണ് മിഥുനെ കഞ്ചാവും ഡ്രഗ്സും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു കേസിൽ പോലീസ് നോട്ടായിട്ട് വെച്ചൊക്കെയായിരുന്നു. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിൽ മിഥുനെ പൊക്കിയാണ്. പക്ഷെ മിഥുനെ പൊക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പവൻ സ്വർണം മിഥുന്റെ കയ്യിലുണ്ട്. അപ്പൊ മിഥുൻ ആദ്യം ചോദിച്ച സമയത്ത് അതൊക്കെ തന്റെ അമ്മയുടെ ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ പിന്നീടുള്ള ചോദ്യം ചെയ്യലില് മിഥുൻ ഉള്ള സത്യങ്ങളൊക്കെ പറയണ, അതായത് കൃഷ്ണമംഗലത്തെ അനന്തന്റെ മകളായ മിത്രയുടെ സ്വർണ്ണാഭരണങ്ങളാണെന്ന്. അപ്പം അങ്ങനെ മിത്രേനെ സ്റ്റേഷനിൽ നിന്ന് SI വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടെ വേഗം തന്നെ സ്റ്റേഷനിലോട്ട് എത്തുന്ന സീനൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണം. എത്തിക്കഴിഞ്ഞിട്ട് മിത്രയുടെ അടുത്ത് പറയും, അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പറയും. അപ്പൊ ആര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മിത്രയുടെ ഹസ്ബൻഡാണ്, സാർ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വർണ്ണം എടുത്ത് കാണിക്കണം. അപ്പൊ മിത്ര നോക്കുമ്പോ മിത്രയെ അന്ന് അച്ഛൻ ഒരുക്കി പണിത ആ സ്വർണ്ണാഭരണങ്ങള്. അപ്പൊ ആ കഥകളൊക്കെ മിത്ര പോലീസ് സ്റ്റേഷനിൽ പറയണം, എങ്ങനെയാണ് ഇത് മിഥുന്റെ കയ്യിൽ എത്തിയതെന്നും എന്നുള്ള സംഭവങ്ങളൊക്കെ പറയണം. അപ്പൊ ഇതെല്ലാം കേട്ട ശേഷം പോലീസ് പറഞ്ഞു, അപ്പൊ ഇനി ഈ സ്വർണങ്ങളെല്ലാം മിത്രയ്ക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ആര്യം പറഞ്ഞു, അത് വേണ്ട സാർ, ഒരിക്കലും വേണ്ട. ഈ സ്വർണത്തിന്റെ അവകാശി ശരിക്കും പറഞ്ഞ അനന്തൻ സാറാണ്. കാരണം ആ സാറിന്റെ കഷ്ടപ്പാടാണ് ഈ 19 പവനി കൂടുതലോളം സ്വർണ്ണമുണ്ട്. അപ്പൊ അത് സാറിന്റെ തന്നെ തിരിച്ചു കൊടുക്കാനാണ് ആര്യം പറഞ്ഞത്. അപ്പം പോലീസ് SI പറഞ്ഞു, താൻ ആള് കൊള്ളാലോ, നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴും മിഥുൻ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ മിത്ര ചൂണ്ടിക്കാണിച്ച് ഇതാണ് മിഥുൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ മിഥുൻ നമ്മുടെ അലോകിന്റെ ഒരു കൂട്ടുകാരനാണ്. അങ്ങനെ കൃഷ്ണമംഗലത്ത് വരികയും മിത്രയായിട്ട് കൂട്ടാവുകയും കല്യാണ തലേ ദിവസം, അതായത് ആനന്ദൻ വേറൊരു കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കല്യാണ തലേ ദിവസം നമ്മുടെ മിത്ര ഈ മിഥുന്റെ കൂടെ ഒളിച്ചോടി പോവാണ്. അങ്ങനെ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താമെന്ന് കരുതി അവിടെ ചെന്ന് നമ്മുടെ മിത്രേനെ പറ്റിച്ച് ഒരു റൂം എടുത്തിട്ട് ഈ സ്വർണവും കുറച്ച് പണമൊക്കെ ആയിട്ട് മിഥുൻ കടന്നു കളയാണ്. പിന്നീട് ഈ സമയത്താണ് നമ്മുടെ മിത്ര മിഥുനെ കാണുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ മിത്ര ആത്മഹത്യക്ക് ശ്രമിക്കുകയും അന്ന് ഗുരുവായൂര് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും ആര്യനൊക്കെ തൊഴാനായിട്ട് ചെന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് തൊഴാൻ വേണ്ടി ചെന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മിത്രേനെ കണ്ടുമുട്ടിയതും ഒടുവിൽ മിത്ര ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ച സമയത്ത് നമ്മുടെ ഗോമതി നമ്മുടെ മിത്രേനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് എല്ലാ കഥകളും അറിഞ്ഞ ആര്യൻ നമ്മുടെ മിത്രയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായതാണ്. അങ്ങനെ മിത്ര ഒടുവിൽ അവരുടെയൊക്കെ നിർബന്ധപ്രകാരം, കാരണം തനിക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, തന്റെ സ്വന്തം വീട്ടിൽ കയറി പോകാനുള്ള ആ ഒരു ധൈര്യമൊന്നും മിത്രക്കില്ലായിരുന്നു. അങ്ങനെ ആര്യനുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ SI ആ സ്വർണ്ണാഭരണങ്ങള് കോടതിയുടെ വിധി പ്രകാരം തന്നെ അത് മിത്രയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി പറയുകയും അത് മിത്രയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്, കാരണം അത് തനിക്ക് സ്വന്തമായിട്ട് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആര്യന് അത്രയ്ക്ക് അങ്ങോട്ടൊരു തൃപ്തിയില്ലായിരുന്നു. കാരണം എത്രയാണെങ്കിലും അനന്തന്റെ മുന്നിൽ, അതായത് മിത്രയുടെ അച്ഛന്റെ മുമ്പില് താനാണ് നമ്മുടെ മിത്രേനെ കല്യാണ തലേ ദിവസം തട്ടിക്കൊണ്ടു പോയെന്നും ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തതെന്ന് ആര്യനാണ് എന്നുള്ളതാണ് അനന്തന്റെ ആ ഒരു ചിന്താഗതി. പക്ഷെ പിന്നീട് ആ സത്യങ്ങളൊക്കെ തെളിയാൻ ഈ ഒരു അവസരം വരെയാണ്. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിലെ SI റോഡിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് അനന്തനെ കാണുകയാണ്. അങ്ങനെ അനന്തനെ കണ്ട ശേഷം ഈ SI ചെന്നിട്ട് പറയണേ, എന്തായാലും തന്റെ മകൾക്ക് കിട്ടിയ ഭർത്താവ് ഒരു ഭാഗ്യം ചെയ്ത ആള് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഇതുപോലെ മിത്രയുടെ ഒരു 19ഓളം പവൻ സ്വർണം മിഥുൻ എന്ന പേരുള്ള ഒരാളുടെ കയ്യിൽ നിന്നും കണ്ടുകിട്ടി. അത് തിരിച്ച് മിത്രയുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചപ്പോഴും ആര്യൻ പറഞ്ഞത് ആ സ്വർണം അനന്തൻ സാറിനെ ഏൽപ്പിക്കാനാണ്. കാരണം ആ സ്വർണത്തിന്റെ അവകാശം ശരിക്കും അനന്തനാണ്, ഞങ്ങൾക്ക് തരേണ്ട സാറെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോടതി വിധി പ്രകാരം അത് മിത്രയ്ക്ക് തന്നെ കൊടുക്കാനാണ് കോടതിയുടെ ഇത്, അതുകൊണ്ട് മിത്രയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അപ്പോ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും അനന്തൻ എന്തായാലും ഭാഗ്യം ചെയ്ത ഒരു ആള് തന്നെയാണ്, ഇത്രയും നല്ലൊരു മനസ്സുള്ള ഒരു മരുമകനെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറയാം. അപ്പൊ അനന്തന് അപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. തന്റെ മകൾ ശരിക്കും
സാന്ത്വനം ഒളിച്ചോടി പോയത് ആര്യന്റെ കൂടെയല്ല. അന്ന് കേട്ട കഥകളൊക്കെ അപ്പൊ ശരിക്കും ശരിയായിരുന്നു എന്നുള്ളത് നമ്മുടെ അനന്തന് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ആ SI പറയുന്നുണ്ട്, എനിക്കൊരു മകളുണ്ട്, എന്റെ മകളുടെ കല്യാണ പ്രായമൊക്കെ ആയി വരെയാണ്. എന്തായാലും ഇതുപോലൊരു പയ്യനെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ, കാരണം നമ്മുടെ മനസ്സ് കാണാൻ കഴിവുള്ള ഒരു പയ്യൻ, നല്ല ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ ഉള്ള ഒരു പയ്യനാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോ അനന്തൻ ഒരുപാട് സന്തോഷമാവാണ്. തന്റെ മകൾക്ക് ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല എന്നൊരു തോന്നലൊക്കെ വരെയാണ്. അതിനുശേഷം നേരെ പിന്നെ നമ്മുടെ മിത്രയുമായിട്ട് അനന്തൻ ഒന്ന് സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ ഈ ഗോൾഡ്, അതായത് ആര്യനും മിത്രയും ആ ഗോൾഡ് കൊണ്ടുവന്ന് തിരിച്ച് അനന്തന്റെ കൊടുക്കാൻ തന്നെ ആര്യൻ മിത്രേനെ നിർബന്ധിച്ചു. പക്ഷെ മിത്ര പറഞ്ഞു, ഇല്ല ആര്യ, ഇത് എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇതുകൊണ്ട് അച്ഛന്റെ കയ്യിൽ കൊടുത്തിരുന്നാൽ തന്നെയും അച്ഛൻ അത് വാങ്ങില്ല. അപ്പൊ എന്തായാലും ആര്യം പറഞ്ഞു, എന്നാ സേഫ് ആയിട്ട് ഇതൊരു സ്ഥലത്ത് ലോക്കറിലോ മറ്റോ വെക്കുന്ന പറയാം. അപ്പൊ മിത്ര പറയും, അല്ല ആര്യ, നമുക്ക് ബാങ്കിലൊക്കെ പോയിട്ട് നമുക്ക് പൈസയൊന്നും ശരിയായിട്ടല്ലോ ഇല്ലല്ലോ. അപ്പൊ ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടി നമുക്ക് ഈ സ്വർണ്ണം ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പം ആര്യൻ ചിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അവകാശി ഞാനല്ല. കാരണം ഇത് തനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ആ പണം എടുത്ത് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ആര്യം പറയുകയാണ്. അപ്പൊ അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, അതിനെന്താണ് ആര്യ, ഇത് എന്റെ സ്വർണ്ണമല്ലേ, പിന്നെ എന്തിനാണ് അതിന് വേറൊരു രീതിയിൽ എടുക്കുന്നത്? ഇതിന്റെ പൈസ നമുക്ക് ബാങ്കിൽ ലോണും കാര്യങ്ങളും ഒന്നും ശരിയാവില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ഏജൻസി തുടങ്ങുന്നത്? ഇപ്പൊ തന്നെ ആര്യൻ ഈ ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരുപാട് ഡിപ്രഷൻ അടിക്കുന്നുണ്ട്, ഞാൻ അത് കാണുന്നതല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ ആര്യം പറയാം, അത് സാരമില്ല, കാരണം നമ്മളൊരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നെങ്കിൽ അത് ഒന്നുകിൽ എൻ്റെ പൈസ ഞാൻ സമ്പാദിക്കുന്ന കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ സമ്പാദ്യം കൊണ്ടോ, പക്ഷെ ഒരിക്കലും ഇത് തൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം കൊണ്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയും കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് മിത്ര പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്തായാലും മിത്ര പറഞ്ഞു, എന്തായാലും ഈ സ്വർണം സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാം, ഇതിൽ നിന്ന് മൊത്തം എടുക്കേണ്ട ആര്യ, ഇതിൽ നിന്ന് ഒരു 10 പവൻ കൊടുത്തിരുന്നാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും, അത് വെച്ച് നമുക്ക് തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആര്യൻ എന്ത് ചെയ്താലും മിത്രയുടെ ആ ഒരു താല്പര്യത്തിൽ ആര്യം വീണില്ല കേട്ടോ. ആര്യന് അതിനോട് ഒട്ടും താല്പര്യമില്ല. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മിത്ര ഇങ്ങനെ ആലോചിക്കാണ്, എന്താണ് ചെയ്യുക, നല്ലൊരു സ്ഥലത്ത്, സിറ്റിയിൽ നല്ലൊരു സ്ഥലത്ത് ആര്യന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണം എന്നുള്ള ഒരു രീതിയിലൊക്കെ മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിത്രയ്ക്ക് തോന്നി എല്ലാം മീനുവിന്റെ അടുത്ത് പറയാൻ. അങ്ങനെ മീനുവേട്ടത്തെ കാണാനായിട്ട് നമ്മുടെ മിത്ര റൂമിലോട്ട് പോകാനായിട്ട്. അങ്ങനെ മീനു ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയം അപ്പം മിത്ര പറഞ്ഞു, മീനുവേട്ടത്തി തിരക്കാണോന്ന് ചോദിക്കും. ഇല്ല മിത്ര, എന്താടി എന്ന് കാര്യം പറയാൻ മോളെ എന്ന് പറയാം. അപ്പൊ നമ്മുടെ മിത്ര നടന്ന കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. സ്വർണം കിട്ടിയതിനെ കുറിച്ചും പോലീസ് വിളിച്ചതിനെ കുറിച്ചും മിഥുനെ കണ്ടതിനെ കുറിച്ചും ഒക്കെ പറയണേ. അപ്പോ മിത്രയുടെ ഒരു ആഗ്രഹം നമ്മുടെ മീനുവിന്റെ അടുത്ത് പറയണേ, അതായത് ആര്യന് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി കൊടുക്കണം എന്നുള്ളത്. അതിപ്പോ മുഴുവൻ ഗോൾഡ് എടുത്തിട്ടല്ല, കുറച്ച് ഗോൾഡ് വിറ്റിട്ടാണെങ്കിലും മീനു ചേച്ചിയും കൂടെ എന്റെ കൂടെ നിൽക്കണം. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ചെയ്താൽ തന്നെയും അത് ആര്യന് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ മീനു പറയും, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാവകാശം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം എന്നുള്ളത് നമ്മുടെ മീനു പറയാണ്. അപ്പൊ അത് കേട്ട് നമ്മുടെ മിത്ര മീനുവിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കേട്ടോ. അപ്പൊ എന്തായാലും ഇതിനൊരു സർപ്രൈസ് ആയിട്ട് തന്നെ നമ്മുടെ മിത്ര ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആനന്ദിനൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം ധർമ്മമാവൻ ഒരു വിധത്തിലും ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും കൂട്ടാക്കുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരിയായിട്ടുള്ളത് നമ്മുടെ ദേവിയാണ്. അപ്പൊ ആനന്ദിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം ദേവി ഒറ്റൊരുത്തി ഗോമതി സ്റ്റോഴ്സിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആനന്ദിന് എത്രയും പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ ആ ഗോമതി സ്റ്റോഴ്സ് ഒന്ന് മുടക്കുകയും വേണം. അതോടൊപ്പം തന്നെ ആ പണം, നഷ്ടപ്പെട്ട പണം നമ്മുടെ ഉദയഭാനുവിനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുകയും വേണം. അല്ലെങ്കിൽ ഒരുപക്ഷെ അച്ഛനോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് പോലും നമ്മുടെ ആനന്ദ് ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സാന്ത്വനം 2 ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് ഒതുങ്ങി വരുന്ന രീതിയിലാണ്. ഇനിയിപ്പോ ധർമ്മന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് നമ്മുടെ ബാലന് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇത്രയും സത്യസന്ധമായിട്ട് വർഷം ഇത്രയും എൻ്റെ കൂടെ നിന്ന
അവനെ ഞാൻ ഒരു വാക്ക് കൊണ്ട് പെട്ടെന്ന് അവന്റെ മനസ്സിന് ഇത്രയേറെ മുറിവേൽപ്പിച്ചു എന്നൊരു തോന്നലൊക്കെ ബാലച്ചന് വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അച്യുതൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗോമതി സ്റ്റോഴ്സിന്റെ തകർച്ച അത് മാത്രമാണ് നമ്മുടെ അച്യുതന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ കളികൾ കളിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ മിത്രയുടെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ടെസ്റ്റ് വരുന്നുണ്ട്. കാരണം മിത്രയുടെയും ആര്യന്റെയും ഒരുപാട് നാളത്തെ സ്വപ്നവും കഷ്ടപ്പാടുമാണ് ഒരു SI പോസ്റ്റ് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ മിത്രയ്ക്ക് ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റിന് ഇടംകോലിടാൻ വേണ്ടിയിട്ട് അച്യുതനും നമ്മുടെ അലോകും കൂടി ആലോചിച്ച് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മിത്രയ്ക്ക് എത്രത്തോളം മിത്രയുടെ മേലെ ആഞ്ഞടിക്കും എന്നുള്ളത് കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ അച്യുതൻ നല്ലൊരു പല തീരുമാനങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും തകർച്ച കാണുക എന്ന ലക്ഷ്യം. ദേവമംഗലം ഇനി ഉണ്ടാവരുത്. ദേവമംഗലത്ത് ഓരോരുത്തരും ഛിന്ന ഭിന്നമായിട്ട് പലയിടത്തുമായിട്ട് മാറിപ്പോണം. അതൊക്കെയാണ് അച്യുതന്റെ ആലോചന. എന്നാൽ ഇതേ സമയം നമ്മുടെ അനന്തന് ഇത്രത്തോളം ഒരു ദേഷ്യമില്ല. കാരണം ഗോമതി പണ്ട് ഇറങ്ങിപ്പോയതിന്റെ ഒരു ദേഷ്യം നമ്മുടെ അനന്തന് ഉണ്ട് എങ്കിലും ഇത്രത്തോളം അച്യുതനും അലോകിനും ഉള്ള ആ ഒരു ദേഷ്യവും ആ ഒരു മാനസികാവസ്ഥയൊന്നും അനന്തനില്ല. അപ്പൊ നമ്മുടെ സാന്ത്വനം 2 ഓരോ എപ്പിസോഡുകളിലും ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം അല്ലെ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ മഴതോറും മുൻപേ സീരിയൽ രാത്രി കറക്റ്റ് ഒരു 9:30-ക്കുള്ളിൽ തന്നെ ഞാൻ ഇടാൻ നോക്കും. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട് സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട്, ഇവർ വിവാഹിതരാകുന്നു, ഈ 2 സീരിയലിന്റെയും പ്രൊമോ വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.